على آله وصحبه الفائزين برضوان الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم كذلك نجزي المحسنين قال الله عز وجل. ബഹുമാന്യരായ സയ്യിദുമാരെ, ഉലമാക്കളെ, പ്രിയങ്കരായ വിശിഷ്ടാതിഥികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിപാടി ശ്രവിക്കുന്ന ഇതര സമുദായാംഗങ്ങളെ, ഈ സമർപ്പണത്തിന് വേണ്ടി സമർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസും മറ്റുമായുള്ള ഉദ്യോഗസ്ഥന്മാരെ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ പരിപാടി ശ്രവിക്കാനുഗ്രഹത്താൽ നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചു. അതിന് അല്ലാഹുവിന് സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നാം ഇന്ന് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവറുകളുടെ ഉറൂസ് പരിപാടിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. ഔദ്യോഗികമായി എന്ന് പറയാൻ കാരണം ഇന്നലെയും മെനിയാതുമൊക്കെ ആയിക്കൊണ്ട് പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നതാണ്. നാം തുടക്കം കുറിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വലിന്റെ പ്രവേശത്തിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ അബ്ദിന്റെ ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ നീക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം കുണ്ടൂർ ഉസ്താദിന്റെ വഫാത്ത് ഈ സഫർ മാസത്തിന്റെ അവസാനം റബീഇന്റെ തുടക്കത്തിലായി തീർന്നു. മഹാനായ ആ അബ്ദ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുകൊണ്ട് തന്നെ ആ തങ്ങളുടെ പേരിലുള്ള റബീഅ് തന്റേതായ വഫാത്ത് ആ സമയത്തായി തീരുക വഴി ആളുകളുടെ സംഗമം കൊണ്ട് തുടക്കം കുറിച്ചുകൊണ്ട് ആ മാസത്തിലേക്ക് ആരവങ്ങൾ, ജയാരവങ്ങൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് തന്റേതായ ജീവിതം കൊണ്ട് തന്നെയാവട്ടെ, അഥവാ തന്റേതായ മരണം കൊണ്ടാവട്ടെ എന്നാഗ്രഹിച്ചതുപോലെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ നിയ്യത്ത് സാക്ഷാത്കരിച്ചു കൊടുത്തതല്ല എന്ന് പറയാൻ നമുക്ക് പറ്റുന്നതല്ല. മഹാനായ അല്ലാഹു തആല കുണ്ടൂർ ഉസ്താദ് അവറുകളുടെ ഖബർ ധന്യമാക്കുമാറാവട്ടെ. ആ ഉദ്ദേശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും സഫലമാക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നാം ഇവിടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നേയുള്ളൂ. ഇവിടെ 5 ദിവസം പരിപാടികൾ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹുബ്ബുർ റസൂൽ കൊണ്ടായി ഇക്കൊല്ലത്തെ തുടക്കം എന്ന് പറയുന്നത് അത് ഒരു ഫാൽ എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം, ഒരു ശുഭലക്ഷണമാണ് എന്നതിനെക്കുറിച്ച് പറയാം. ഒരനുഗ്രഹമായിട്ട് നാം അതിനെ കാണുന്നു. നാളെയും മറ്റന്നാളും മറ്റുള്ള ദിവസങ്ങളിലും ഇതേ ക്രമത്തിൽ മഹത്തായ ഈ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ടുള്ള നിരവധി സംരംഭങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഈ വർഷത്തെ ഉറൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചതും അതുപോലെ കൂടുതൽ ഫായിദ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതുമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും എന്ന് അല്ലാഹുവാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എത്ര കണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് ഞാൻ വർധനവ് തന്നുകൊണ്ടിരിക്കുന്നതാണ്. മഹാനായ ഈ വ്യക്തിത്വത്തിന്റെ പേരിലുള്ള നേർച്ചക്ക് സംബന്ധിച്ച ജനത കഴിഞ്ഞ വർഷം 80ഓളം പോത്തുകളെ നൽകിക്കൊണ്ടായിരുന്നു ആ സമർപ്പണം നടത്തിയിരുന്നത്. ഇത് വലിയൊരു നന്ദിയാണ്, കുണ്ടൂർ ഉസ്താദിനോടുള്ള ഒരു നന്ദിയാണ്. മഹാനവറുകൾ അവിടുത്തെ ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ആ സ്മരണ പുതുക്കുന്നതിന്റെ ഭാഗമായി മഹാനവരുടെ ഇംഗിതം സാക്ഷാത്കരിച്ചുകൊണ്ട് ത്വാമ് എന്ന ഫീൽഡിൽ ഒരു 80ഓളം വരുന്ന പോത്തിനെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു വഫാ സമൂഹത്തിൽ നിന്നുണ്ടായപ്പോൾ, ഒരു ശുക്രുണ്ടായപ്പോൾ, ഇത് അള്ളാഹുവിന് കൂടിയുള്ള ശുക്രാണ്. അബ്ദിനുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുസബിബായ അള്ളാഹുവിനുള്ള ശുക്രാണ്. അള്ളാഹു വാക്ക് പാലിച്ചു. ലഇൻ ശകർതും ലഅസീദന്നകും.
ഞാൻ നിങ്ങൾക്ക് സിയാദത്ത് തരുന്നത്. ഈ വർഷത്തെ പലവിധ സാഹചര്യങ്ങളാലും പ്രധാനമായും നിതാഖത്ത് എന്ന് പറയുന്ന സാഹചര്യം, അതിന്റെ പേരിൽ ഭീതിയുണ്ടായി. ഇതിന്റെ സംഘാടകർക്ക് ഈ വർഷത്തെ ഉറൂസ് അതിന് എന്തെങ്കിലും മാന്യം സംഭവിക്കുമോ? പക്ഷേ സംഘാടകരെ ഞെട്ടിച്ചുകൊണ്ട് ഈ തുടക്കമാകുമ്പോഴേക്ക് തന്നെ 110ന്റെ പുറത്തേക്ക് ഇവിടെ ഇതാ അർപ്പണത്തിന് വേണ്ടി ഇരു ജീവികൾ എത്തിക്കഴിഞ്ഞു. അറവ് നടന്നുകൊണ്ടിരിക്കുക. 110ലും 115ലും അത് നിൽക്കുകയില്ല എന്നാണ് അറിവ് വന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പോത്തിന് തന്നെ 65,000 രൂപ വില വരുന്ന സൈസും ഉണ്ട് എന്നുകൂടി കേൾക്കുമ്പോഴാണ് ലഅസീദന്നക്കും എന്ന അള്ളാഹുവിന്റെ സക്കീലാന്റെ നൂനൊക്കെ കടത്തിക്കൊണ്ടുള്ള ആ പറച്ചിലിന്റെ ഫിറ്റിംഗ്സ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം അത് വലിയ ഒരു പാഠം തന്നെയായിരിക്കും. പ്രിയങ്കരായ, നമ്മുടെ സമൂഹത്തെ അറിയിക്കാനുള്ളത് ഇങ്ങനെയെല്ലാം വരവുണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ വരവുകൾ എങ്ങോട്ട് പോകുന്നു, ഇവ എന്താകുന്നു എന്നറിയുന്നതിന് പക്ഷേ താല്പര്യമുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ കണക്ക് ഇതിന് സംഘാടകർ പറയുകയുണ്ടായി. 55 ലക്ഷം രൂപ ഇൻകം ഉണ്ടായിരുന്നു. ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് 55 ലക്ഷം രൂപ. എന്നാൽ ഒരു നയാ പൈസ പോലും ബാക്കി വെക്കാതെ, ഒരു നയാ പൈസ പോലും കടമില്ലാതെ, ഒരു നയാ പൈസ പോലും ഇതിന്റെ കുടുംബത്തിന് വീട്ടിൽ കൊണ്ടുപോവാൻ സമ്മതിക്കാതെ ആ മഹാമനുഷ്യൻ ഖബറിൽ നിന്ന് ഇതൊക്കെയും തദ്ബീർ ചെയ്യുകയാണ്. 55 അങ്ങനെ വരവും ചെലവും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, കഫാഫ് കഫാഫ്, വരവ് ചെലവ് ഇതാണ് കഫാഫ്. അങ്ങനെയായിരുന്നു. മാന്യ സഹോദരങ്ങളെ, ഇതെവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ മറ്റെങ്ങുമല്ല, ഏറ്റവും കൂടുതൽ കുണ്ടൂർ ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യമാണ്. എന്ത്? ഇൽമിന് സേവനം ചെയ്യുക എന്നതും ഇത്വാമുത്വാമു എന്ന് പറയുന്നു. ഇത്വാമുത്വാ, ആ ഒരു മേഖലയിലേക്ക് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെലവാക്കപ്പെടുകയുണ്ട്. ഇങ്ങനെ നാം ഒരു നയാ പൈസ പോലും ഇതിൽ നിന്ന് അവനവന്റെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ മഹാനവരുടെ മക്കൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സിയാദത്ത് വേറെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിയാദത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ അറിയാം, ഒരു ദിവസത്തിൽ 250-ലേറെ പേർ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നത്. അതെ, ഒരു ദിവസത്തിൽ ഇത്രയും വിദ്യാർത്ഥികളെയും മറ്റുള്ള ആളുകളെയും സംരക്ഷിച്ചു വരുന്നതിന് പുറമെ, അവരുടേതായ ശമ്പളങ്ങൾ നൽകുന്നതിന് പുറമെ, മാന്യ സഹോദരങ്ങളെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയൊരു എമൗണ്ട് ചെലവാക്കി. കുടിവെള്ളം പോലെയുള്ള പദ്ധതികൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ചെലവുകൾ എങ്ങനെ നടന്നുപോകുന്നു എന്ന് ചോദിച്ചാൽ അതിനും മറുപടി മറ്റൊന്നുമല്ല, മഹാനായ ശൈഖ് അവരുടെ സ്നേഹിക്കുന്ന ആളുകൾ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു, മരണാനന്തരവും സ്നേഹിക്കുന്നു എന്നതിന്റെ പേരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ തുകകൾ കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നടന്നത്. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരും ഇവിടെ വരാനിരിക്കുന്നവരും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് അഥവാ കുണ്ടൂർ ഉസ്താദ് അവറുകൾക്ക് എല്ലാവരും മക്കളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സദസ്സിലേക്ക് വരുന്നു. ഹൃദയം ചേരുന്ന ഗ്രൗണ്ടിന്റെ അകത്തുഭാഗത്തേക്ക് വരണം എന്ന് സംഘാടകർ ആവശ്യപ്പെടുന്നു. അവിടെയും ഇവിടെയും ചിതറി നിൽക്കുന്ന സന്ദർഭം ഭക്ഷണം അനാസുകാരി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നിങ്ങളും ഇവിടുത്തെ സംഘാടകരും ഒരുപോലെ പ്രധാനപ്പെട്ടതായി കാണുന്നത് വറക്കത്തിന്റെ ഭക്ഷണം ഇവിടെ നിന്ന് കിട്ടുക, അത് കഴിക്കുക, അതുകൊണ്ട് സൂക്കേട് മാറുക എന്നുള്ളതെല്ലാമാണ്. അപ്പോൾ ആ ലക്ഷ്യം സഫലമാക്കുന്നതിന് വേണ്ടി, ഇരുകൂട്ടരുടെയും ലക്ഷ്യം സഫലമാക്കുന്നതിന് വേണ്ടി മുഴുവൻ പുറത്തുള്ള ആളുകളും ഉള്ളിലേക്ക് ഒതുങ്ങിത്തരണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു. സുഹൃത്തുക്കൾ, ഈ തെന്നിന്ത്യൻ ഗരീബ് നവാസ്, ഈ തെന്നിന്ത്യയിൽ ഒരു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേർക്കുള്ള ഹുബ്ബിന്
തുല്യതയില്ലാത്ത ഒരു നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന കറാമത്ത്, അതാണ് ജനാവലിയെ ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ നിത്യനടത്തിപ്പിന് ആവശ്യമാകുന്ന തുക ഇവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വഴിവെക്കും. ഒരു ഉസ്താദ് മരിച്ചിട്ടില്ല, മരിച്ചു, പക്ഷേ മഹാനവറുകൾ മരിച്ചിട്ടില്ല. അതുകൊണ്ട് മഹാനവറുകൾ ഖബറിലിരുന്നു കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും പഴയ പോലെ കണ്ണീരൊപ്പിക്കൊണ്ടിരിക്കുകയും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അബൂതാലിബ് എന്നോട് പറഞ്ഞു. എന്നാൽ ഒരു വലിയ എന്ന നിലക്ക് ആ ചടങ്ങ് ഹയാത്ത് കാലത്ത് ഭംഗിയായി നിറവേറ്റിയ ഒരു ഉസ്താദ് മരണത്തിന് ശേഷവും ഹിബ്ബുർ റസൂലിന്റെ തെന്നിന്ത്യയിലെ തുല്യതയില്ലാത്ത ഒരു നേതൃത്വവും ഒരു മാതൃകയും കാഴ്ചവെച്ചുകൊണ്ട് ഖബറിൽ കഴിഞ്ഞുകൂടുകയും, ഈ സ്ഥാപനങ്ങളിൽ ശമ്പളം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്തു ചെയ്താലും കുഴപ്പമില്ല, ഖിദ്മത്തിനൊരു ചാൻസ് തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന സാറന്മാർ, മാഷന്മാർ വരെ എവിടെയായത് പ്രതീക്ഷിക്കാൻ കഴിയും? ഒരത്ഭുതമാണ്. എന്താണോ സാറന്മാർക്ക് ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുന്നതിനോട് ഇത്ര കമ്പം? സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോൾ ഒരു പറയുക, ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഒരു പറയുക, എന്താ പറയുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം പരിഹാരമില്ലാതെ കിടക്കുകയായിരുന്ന ചില കാര്യങ്ങൾ, അത് കഴിഞ്ഞുപോയ നാളുകളിൽ പിന്നിട്ട ഈ 5-8 വർഷങ്ങൾക്കിടയിൽ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴും ഇടപെട്ടപ്പോഴും ആ പ്രശ്നം പരിഹരിച്ച് ഫാൻറ്റും കോട്ടും സൂട്ടുവിടുന്ന സാറന്മാരാണ്. ക്യാൻസർ വരെയുള്ള വളരെയധികം സങ്കീർണമായ പ്രശ്നങ്ങൾ ശിഫയായ ആളുകൾ ഇവിടെ ജോലി ചെയ്യാൻ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഇതായിരിക്കും. എന്റെ മാന്യ സഹോദരങ്ങളെ, ഒരിക്കലും കൈവിടാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ശൈഖ് അവർ. അങ്ങോട്ട് 2 കൊടുത്താലും ഇങ്ങോട്ട് ആ കൈ വേദനിച്ചോ എന്ന് ചോദിക്കുകയല്ലാതെ തിരിച്ച് ഒരു തല്ലേണ്ട ചിന്താഗതി ഉടലെടുക്കാത്ത അത്രയും സോഫ്റ്റ് മനസ്സിന്റെ ഉടമയായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിൽ ഭാഗഭാക്കാക്കുവാൻ നമുക്ക് അവസരം കിട്ടിയത് ഒരു വലിയ സൗഭാഗ്യമാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. അടുത്ത വർഷം നമുക്ക് ഈ പരിപാടി ഇന്ന് 110 115 പോത്തിൽ ഒതുങ്ങുന്നതും ഇത്രയും ആൾക്കൂട്ടത്തിന്റെ സാന്നിധ്യവുമാണ് എങ്കിൽ ഇതിനേക്കാൾ ശതഗുണീഭവിച്ചുകൊണ്ട് അടുത്ത വർഷങ്ങൾ നമുക്കാക്കി തീർക്കാം. മഹാനായ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസ്വദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. വല്ലദീ ജാഅ ബിസ്സുദ്ഖി, സത്യസന്ധ പ്രസ്ഥാനവുമായി കടന്നു വന്നിട്ടുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വസ്വദ്ദഖ ബിഹി, ആ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് സുദ്ദീഖ് എന്ന് പറയുന്ന ആ ഒരു ലേബിൾ കൈവരിച്ചിട്ടുള്ള ആളുകൾ. യസീദു വയൻഖുസു എന്ന് പറഞ്ഞല്ലോ ഇമാം ബുഖാരി തന്നെ. ആ സിയാദത്ത് വന്ന് സുദ്ദീഖ് എന്നുള്ള ആ നാമം കൈവരിച്ചു കഴിഞ്ഞിട്ടുള്ള അത്തരം പൊങ്ങിക്കഴിഞ്ഞ ആളുകൾ ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് ആൺകുട്ടികൾ എന്ന് നമ്മൾ പറയുന്ന പോലെ അല്ലാഹു പറയുന്നു, അവരാണ് ഭക്തന്മാർ, അവരാണ് ഭക്തന്മാർ. എന്താണ് അവരുടെ പ്രത്യേകത? ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, ലഹും വലാമുലിൽ മിൽക്കി വശിബിഹിഹി വഫി. ലാമു മിൽക്കിനാണ് എങ്കിൽ എന്താ ഇവിടെ അർത്ഥം? ലഹും, അവർക്ക് ഓണർഷിപ്പ് ഉണ്ട്, അവർക്ക് ഉടമാവകാശം അല്ലെങ്കിൽ ഇഖ്തിസാസുണ്ട്. മാ യശാഊന, എന്താണോ അവർ വിചാരിക്കുന്നത് അതിനൊക്കെ അവർക്ക് മിൽക്കുണ്ട്. വിചാരിക്കുന്നതിനൊക്കെ അവർക്ക് ഉടമാവകാശം. ഇന്ദ റബ്ബിഹിം, ഇന്ദ റബ്ബിഹിം എന്ന് പറഞ്ഞതിന് തഫ്സീർ ഒന്ന് കൊടുത്തിരിക്കുന്നു, മുൻദു വഖതി മമാതിഹിം, അവർ മരിച്ച ആ ടൈം മുതൽക്ക്, മരിക്കുന്നതിന് മുമ്പുള്ളത് അവിടെ ഉണ്ട്, മരിച്ചു കഴിഞ്ഞാൽ സൂപ്പർ പവറാണ്. ലഹും മാ യശാഊൻ.
എന്താണോ വിചാരിക്കുന്നത്, ലഹുമായ യസ്അലൂന എന്നല്ല, അവർ ചോദിക്കുന്നതല്ല, വിചാരിച്ചാൽ മതി. അപ്പോഴും മഹാനായ കുണ്ടൂർ ഉസ്താദിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് ഇത്വാമുത്വാം. മഹാനവറുകൾ ഇവിടുന്ന് അത് വിചാരിച്ചുവെങ്കിൽ അവിടുന്ന് വിചാരിക്കാതിരിക്കില്ല. കാരണം മുൻപ് വക്കത്തി മമാത്തിഹിം എന്നല്ലേ പറഞ്ഞു. അപ്പോൾ മരിച്ചു കഴിഞ്ഞതിനുള്ള മശിയത്ത് അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കഴിവ് വന്നു കഴിഞ്ഞാൽ ആ കഴിവുള്ള ആളുകളെ എത്ര കണ്ട് നമുക്ക് അങ്ങോട്ട് മരണാനന്തര ഹിദ്മത്തിൽ സാധ്യമാകുന്നുവോ ആ സാധ്യമാകുന്നിടത്തോളം അങ്ങോട്ട് ഹിദ്മത്ത് ചെയ്യുമ്പോൾ ഇദാ ഹുയ്യിതും ബിതഹിയ്യ ഫഹയ്യു ബിഅഹ്സന മിൻഹാ. അങ്ങോട്ട് എന്തെങ്കിലും ഒരു സമർപ്പണം കാഴ്ചവെച്ചാൽ നമ്മോട് ഖുർആനിൽ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ നല്ലത് തിരിച്ചു നൽകുക എന്നുള്ളത്. ഇത് മരണത്തിന്റെ ശേഷവും വളരെ ധന്യന്മാരായ ആളുകൾ പാലിക്കുക തന്നെ ചെയ്യുന്നതാണ്. ആയതുകൊണ്ട് ഉറൂസ് മാത്രമല്ല, ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് സഹായകമാകുന്ന രൂപത്തിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പുറത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും കൈയഴിഞ്ഞ് സഹായം ഈ ഭാഗത്തേക്ക് ഒഴുകണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവരുടെ കായിക ശേഷി ഉപയോഗപ്പെടുത്തിയതിന് പുറമെ അവരുടേതായ ധാരാളം മറ്റ് പ്രകാശിപ്പിക്കുകയാണ്. ശക്കറല്ലാഹു മസാഴിയഹു. അല്ലാഹു തആല അവരുടെ എല്ലാം നമ്മുടെ വിദേശ രാഷ്ട്രങ്ങളിലുള്ള നിരവധി ആളുകൾ ഊണും ഉറക്കവും ഇപ്രാവശ്യം സപ്ലിമെന്റ് ഇറക്കുകയുണ്ടായി. വ്യത്യസ്ത രാജ്യം ചെയ്തിട്ടുള്ള ഗുണകാംക്ഷികളോടും ഇത്തരുണത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടേതായ ഉറൂസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സുലൈമാൻ ഉസ്താദ് അവർ. സുലൈമാൻ ഉസ്താദ് അവരുടെ കരവലയത്തിനുള്ളിലാണ് ഈ ക്യാമ്പസ്, ഈ സ്ഥാപനങ്ങൾ, ഇതിന്റെ അലിഫ് മുതൽ യാ വരെയുള്ള മുഴുവൻ കാര്യം. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിലോ അതല്ലെങ്കിൽ നടത്തിപ്പിലോ ഉറൂസിലോ എന്തെങ്കിലും ഒരു ശുബ്ഹത്ത്, ഒരു ഹറാം കടന്നു വരാൻ സമ്മതിക്കുന്നില്ല. ഉലമാഇന്റെ കൊണ്ട് ചിലപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അപ്പുറത്തുള്ളത് അരങ്ങേറുന്നുണ്ടാകും. എന്നാൽ അതേ സന്ദർഭത്തിൽ തെന്നിന്ത്യയിൽ ഇസ്ലാമിന്റെ ഒരു ഷാർ ഉയർത്തിക്കാണിക്കുക എന്നത് മാത്രമായിരിക്കും കുണ്ടൂർ ഉറൂസിന്റെ സ്വഭാവം. ഇസ്ലാമിന്റെ ഷിയാറിന് പകരം ഏതെങ്കിലും ഒരു അമുസ്ലിം സമൂഹത്തിന്റെ ഉത്സവത്തിന്റെ പ്രതിച്ഛായ ഈ പരിസരത്തേക്ക് കടത്തി കൊണ്ടുവരാൻ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല എന്ന നിർബന്ധ ബുദ്ധിയിലാണ് മഹാനായ ശൈഖുനായുടെ മക്കളും മാത്രമല്ല മക്കൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സുലൈമാൻ ഉസ്താദ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വന്യവയോധികനായ ആ വ്യക്തിത്വം തന്റേതായ എല്ലാ ക്ഷീണങ്ങളെയും അവഗണിച്ചുകൊണ്ട് നിർബന്ധമായും തന്റെ ഒരു ചടങ്ങ് എന്നാൽ കാഴ്ചക്ക് ഒരു പ്രാവശ്യം ഇവിടെ വരൽ പ്രതിജ്ഞയാക്കിയിരിക്കുകയാണ്. എന്തെല്ലാം കൃത്യാന്തര ബാഹുല്യങ്ങളുണ്ടെങ്കിലും സത്യത്തിൽ അത് ബുഖാരി ചൊല്ലിക്കൊടുക്കുക എന്ന ഒറ്റ ഉദ്ദേശമല്ല. പിന്നെയോ കുണ്ടൂർ ഉസ്താദിന്റെ മേൽവിലാസത്തിൽ നടക്കുന്ന പരിപാടികളിൽ അനധികൃതമായ ഒന്നും ഉണ്ടാവരുത്, അതിലേക്കൊക്കെയും നോട്ടം എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. കുല്ലും ബിമല്ലരിൻ മിൻഹു വമർഅം മിൻഹു വമസ്മൾ. മഹാനവരുടെ കണ്ണിനും ചെവിടിയുടെ കദീന പൊട്ടിക്കാൻ ഇവിടെ പറ്റില്ല, യന്ത്രൂഞ്ഞാൽ ഉണ്ടാക്കാൻ ഇവിടെ പറ്റില്ല. സംഘാടകർ സമ്മതിക്കില്ല, നാട്ടുകാർ സമ്മതിക്കില്ല, കുണ്ടൂർ ഉസ്താദ് സമ്മതിക്കില്ല. മഹാനവരുടെ ജീവിതത്തിൽ ഈ സ്ഥാപനത്തിന് വരുന്ന സംഭാവനയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തയ്യാറാവാതെ, ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ അവർക്ക് ചായ വാങ്ങിക്കൊടുക്കുന്നത് സ്വന്തം പോക്കറ്റിൽ നിന്നാക്കി സ്ഥാപനത്തിന്റെ എടുക്കാതെ സൂക്ഷ്മത പാലിച്ച ആ മഹാമനുഷ്യൻ അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഉണ്ടാകുന്ന ഉറൂസിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള ഒരു വക അനാചാരവും ഉണ്ടാവാൻ
ശൈഖ് അവറുകൾ സമ്മതിക്കില്ല. ആ കടപ്പാട് തീർക്കാനാണ് സുലൈമാൻ ഉസ്താദ് ഇങ്ങനെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് രംഗത്തുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ ഉസ്താദിന് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അവിടുത്തേതായ തദ്ബീർ പവർ അല്ലാഹു തആല ഇനിയും സദഗുണീഭവിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് ഇത്തരണത്തിൽ ദുആ ചെയ്യാം. മാന്യ സഹോദരങ്ങളെ, നാം ഇവിടെ ഹുബ്ബുർ റസൂൽ പരിപാടി ആരംഭിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അബ്ദുൽ ഖൈസ് വഫ്ദ് വന്നപ്പോൾ അവരോട് അല്ലാഹുവിന്റെ റസൂൽ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു, കൽപ്പിച്ചു, ചില കാര്യങ്ങൾ വിരോധിച്ചു. ഒന്നാമത്തെ കാര്യം തൗഹീദായിരുന്നു. 4 കാര്യങ്ങൾ ഓർഡർ ഇടുന്നു. അതിലൊന്നാമത്തെ കാര്യം തൗഹീദായി. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒറ്റപ്പെടുത്തുക എന്ന്. ആരെ ഒറ്റപ്പെടുത്തണം? അല്ലാഹുവിനെ ഒറ്റപ്പെടുത്തുക. അല്ലാഹുവിനെ ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതദ്റൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദഹു. അല്ലാഹുവിനെ ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുൾ അറിയാമോ? അവരോട് തന്നെ ചോദിക്കുക. അപ്പൊ അവര് അല്ലാഹു റസൂലുഹു അലം പറയേണ്ടത് അവർ പറഞ്ഞു. അപ്പോൾ തങ്ങൾ അതിന് മറുപടി പറഞ്ഞത് ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞ അർത്ഥം തെറ്റപ്പെടുത്തുക എന്ന്. ഒറ്റപ്പെടുത്തുക എന്നതിന്റെ അർത്ഥം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ തെറ്റപ്പെടുത്തലാണ്. എന്ന് വെച്ചാൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് തെറ്റപ്പെടുത്തലില്ല. ഒരു കാര്യം പറയുമ്പോൾ അത് രണ്ടായിത്തീരുന്നു. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതോടൊപ്പം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനായിട്ട് ഒപ്പത്തിനൊപ്പം റസൂല് അബ്ദ് എന്ന നിലയ്ക്ക് അല്ലാഹു ഖാലിഖായി നിൽക്കുമ്പോൾ മഖ്ലൂഖ് എന്ന നിലയ്ക്ക് റസൂൽ എന്ന നിലയ്ക്ക് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒപ്പത്തിനൊപ്പം വെച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ, അതാണ് തൗഹീദ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുകയുണ്ടായി? ഒരിടത്തും അല്ലാഹുവിന്റെ റസൂലിനെ ഇറക്കി വെക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹുവിനെ ഉയർത്തിക്കാട്ടുന്നിടത്തൊക്കെ അബ്ദ് എന്ന നിലയ്ക്ക് ഉയർത്തിക്കാട്ടുകയെ പറ്റും. നമ്മൾ ആ ധർമ്മമാണ് നിർവഹിച്ചത്. ഇത് നമ്മുടെ പുത്തനാണ്. നമ്മുടെ ഭാഗത്തിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പുതിയ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മഹാന്മാരായ സാദാത്തുക്കള്, ഉലമാക്കൾ എല്ലാം ആ കാര്യം പറയാൻ പോകുന്നു. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു. ഇത് കുവൈത്തിൽ നിന്ന് വരുന്ന അൽ വഴിയുൽ ഇസ്ലാമി എന്ന് പറയുന്നൊരു മാഗസിൻ. ഇതില് അൽ മസ്ജിദുൽ ഉമരി ഫി ദർആ, അതിരിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം, അവിടെയുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് നിസ്ബ ചെയ്യപ്പെടുന്ന ഒരു പള്ളി, അതിനെപ്പറ്റി പരാമർശിക്കുന്നതിന് വേണ്ടി തുർക്കി മുഹമ്മദ് നസ്ർ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയതാണ്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നു, ഡമസ്കസിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിരിയാത്ത് അല്ലെങ്കിൽ ദർആ എന്ന് പറയുന്നത്. ആ പ്രവിശ്യ ഒരുപാട് ജില്ലകളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രദേശം വ്യത്യസ്ത കഷ്ണങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ ഒരു കഷ്ണം, ഒരു മേഖല, അതിന്റെ പേര് ബുസ്റശാം എന്നാണ്. ബുസ്റശാം, ഈ ബുസ്റ ഏതാകുന്നു? മഹാനായ ഇബ്നു കസീർ അവരുടെ ജന്മസ്ഥലമാണ്. التي ذكرها النبي صلى الله عليه وسلم بقوله لا تقوم الساعة حتى تخرج نار من أرض الحجاز تضيء عناق الإبل ببصرى. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുസ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒട്ടകങ്ങളുടെ മുതുകുകൾക്ക് പ്രകാശം തിരിയത്തക്ക വിധത്തിലുള്ള ഒരു പ്രഭ, അത് അഥവാ ഒരു നാറ് ഹിജാസ് മണ്ണിൽ നിന്ന് പുറപ്പെടുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ബുസ്റയെ, ആ ബുസ്റയെ പറ്റി വിശദീകരിച്ചുകൊണ്ട് ലേഖകൻ പറയുക, ഹാദാ വയൂജിദു ഫീ മദീനത്തി ബുസ്റ അദീദു മിനൽ മസാജിദിൽ അദനിയ. ബുസ്റ എന്ന് പറയുന്ന പട്ടണത്തിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരുപാട് പള്ളികളുണ്ട്. ആ പള്ളികൾ കൂട്ടത്തിൽപ്പെട്ട ഒരു പള്ളിയുടെ പേര് മസ്ജിദ് മബർകുന്നാഖ എന്നാണ്. ഒട്ടകം മുട്ടുകുത്തിയ പള്ളി. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എപ്പോഴും ഉയർത്തിക്കാട്ടണം, വാങ്കിലൂടെ ഉയർത്തിക്കാട്ടണം. ഖുതുബയിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഉയർത്തിക്കാട്ടണം.
ഒരിക്കലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ഇതാ കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല, താഴ്ത്തി വെക്കാൻ പാടില്ല, ഉയർത്തിക്കാട്ടുക തന്നെ. ആ ഉയർത്തിക്കാട്ടൽ നമ്മുടെ പൂർവികരായ ആളുകൾ ചെയ്തതിനെ പറ്റിയാണ്. നാം ഒരു ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് നമുക്കുണ്ട്. നമ്മുടെ പൂർവികർ എന്താ ചെയ്തതറിയാം. അവർ ചെയ്ത കൂട്ടത്തിൽ ഒരു ധർമ്മമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നു, അവിടെയുള്ള സുപ്രധാനമായ ഒരു പള്ളി മബറക്കുൻ നാഖ എന്ന് പറയുന്ന വലഹു അഹമ്മിയത്തുൻ ഖാസ്വ ഫീ താരിഖിൽ ഇമാറത്തിൽ ഇസ്ലാമിയ. നമ്മുടെ ഇസ്ലാമിക നാഗരികത, ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിക നിർമ്മാണം, ഇസ്ലാമിക കല, ആ രംഗത്ത് വളരെ സുപ്രധാനമായ പ്രാധാന്യം വരുന്നുണ്ട്. എന്താ കാരണം? വയുത്തഖദു, വിശ്വസിക്കപ്പെടുന്ന ഹാദൽ മസ്ജിദ ഉഖീമ ഫിൽ മക്കാനില്ലദി ബറകത് ഫീഹി നാഖത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ സിയാറത്തിഹി ലിമദീനത്തി ബുസ്റ മഅ അമ്മിഹി അബി ത്വാലിബ് ഖബൽ ബിഅസ. അല്ലാഹുവിന്റെ റസൂലിനെ യാത്രയാക്കുന്നതിന് മുമ്പ് അവിടുത്തെ 12ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബിനോടൊപ്പം സിരിയയിലേക്ക് ഒരു യാത്ര നടത്തിയെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഉണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. 12ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് കച്ചവടാവശ്യാർത്ഥം അങ്ങനെ പോയ സന്ദർഭത്തിൽ ഈ ബുസ്ര പട്ടണം ടച്ച് ചെയ്തിട്ടാ തങ്ങൾ പോയത്. തങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ തങ്ങളുടേതായ ഒട്ടകം അഥവാ അബൂ താലിബ് എന്നവരുടെ ഒട്ടകം അത് ഈ സ്ഥലത്ത് മുട്ടുകുത്തി കടന്നുപോയി. അതും കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നുബൂവത്ത് കിട്ടുന്നത്, നുബൂവത്ത് അറിയിക്കപ്പെടുന്നത്. അതിനും വർഷങ്ങൾക്ക് ശേഷമാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ വന്നപ്പോൾ മിഡിൽ ഈസ്റ്റ് ഫത്ഹാക്കുന്നത്. നോക്കുക, ഒട്ടകം മുട്ടുകുത്തി എന്ന് പറയുന്ന സംഭവത്തിന്റെയും ഉമർ റളിയല്ലാഹു അൻഹു ആ രാജ്യത്ത് എത്തിച്ചേരുന്നതിന്റെയും ഇടയിൽ എത്ര കൊല്ലത്തിന്റെ അകലമുണ്ട്. പക്ഷേ ആ അകലം പ്രശ്നമായില്ല. ഉമർ റളിയല്ലാഹു അൻഹു അതല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന അബൂ ഉബൈദത്തുൽ ജറാഹ് എന്നവര്, അതല്ലെങ്കിൽ അവരുടെയും ശേഷമുള്ള ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ, മുത്തുമുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞായിരുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഒട്ടകം മുട്ടുകുത്തിയ ആ മണ്ണ് എവിടെയാണെന്ന് കറക്റ്റായിട്ട് അന്നത്തെ തവക്ക വെച്ചിട്ട് അവർ കണ്ടുപിടിച്ചു. കിബില കണ്ടുപിടിക്കുന്ന മാതിരി ചരിത്രത്തിൽ ഇത്ര പണിപ്പെടേണ്ടി വന്നിട്ടുണ്ടാകും. എന്നിട്ട് അവിടെ പള്ളി കഴിപ്പിച്ചു. അത് ഈ 2013-14 എത്തിയല്ലോ അല്ലേ? 2014 അതങ്ങനെ തന്നെ നൽകിയാണ് മബറക്കും നാഖ. നമ്മൾക്ക് വല്ലതും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മ നിലനിർത്താൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാങ്ങി വിളിക്കുമ്പോൾ ഉടനെ തന്നെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ ഇതാ ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നു നാം. അതേ, കൊണ്ടുവരിക തന്നെ വേണം. ഹുബ്ബുർ റസൂല് പരിപാടികൾ ഇനിയും ഇനിയും ശക്തമായിട്ട് വേണം. നമ്മുടെ പൂർവികർ ഈ നിലക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. എവിടെയെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദം പതിഞ്ഞുവോ, തങ്ങളൊന്ന് ഉറങ്ങിയോ, ആ ഉറങ്ങിയ സ്ഥലം എത്രയോ സാഹസപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് അഫാഹുല്ലാഹ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം നമുക്ക് ചെയ്തേ പറ്റി. അള്ളാഹുവിന്റെ റസൂലിനെ ഉയർത്തി കാണിക്കുക എന്നതിന്റെ ഭാഗമാകുന്നു സഹോദരങ്ങളെ എന്ത്? പള്ളി ഈ രൂപത്തിൽ പണി കഴിപ്പിക്കുക എങ്കിൽ അതുപോലെ അള്ളാഹു റസൂലിനെ ഉയർത്തിക്കാട്ടുന്നതിന്റെ ഭാഗമാണ് നമ്മുടെയൊക്കെ സന്താനങ്ങൾക്ക് പേരിടുന്ന സന്ദർഭത്തിൽ അബ്ദുള്ള, അബ്ദുർ റഹ്മാൻ ഇങ്ങനെയൊക്കെ പേരിടുന്നു. കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഓർമ്മ നിലനിർത്തുന്ന വിധത്തിൽ മുഹമ്മദ്, അഹ്മദ്, യാസീൻ തുടങ്ങിയ പേരുകൾ ഈ പേരിലൂടെ നിറയട്ടെ.
എന്ന് നിറയട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയുള്ള ഓർമ്മ രാജ്യങ്ങളിൽ നിലനിൽക്കട്ടെ. ആ പേരുവെക്കൽ എന്ന് പറയുന്നത് നമ്മുടെ വാപ്പാമാര് ചെയ്തു തന്നിട്ടുള്ള മഹാസംഭാവനയാണ്. ഇൻ ആദ്യദമ്പം മാമ്പൂസൂരി പറഞ്ഞല്ലോ, ഞാൻ വല്ല ദോഷവും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ തന്നെ എന്റെ ഉടമ്പടി എന്ന് പറയുന്നത് ഇതാ അച്ചുപോകുന്നില്ല മിനൻ നബി, അള്ളാഹു റസൂലുമായിട്ട്. എന്റെ കയറ് അത് അറ്റുപോകുന്നില്ല. എന്റെ ഉപ്പ എനിക്ക് മുഹമ്മദ് എന്ന് പേരിട്ട് തന്നു. അതുവഴി ഞാൻ അല്ലാഹുവിന്റെ റസൂലുമായി ഒരു എഗ്രിമെന്റിലാണ്. ആ പേരുകൊണ്ട് തങ്ങളെ നിലനിർത്താൻ കഴിഞ്ഞല്ലോ. എന്റെ മാന്യ സഹോദരങ്ങളെ, കഴിയുന്നത്ര അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ആൺകുട്ടികൾക്കിടയിൽ നാം തങ്ങളെ ഹയാത്താക്കും. തങ്ങളെയല്ല ഹയാത്താക്കുന്നത്, നാം നമ്മയാണ് ഹയാത്താക്കുന്നത്. മുസ്ലിമാൻ പറഞ്ഞത് ഞാൻ രക്ഷപ്പെടും, ദോഷം ചെയ്താൽ തന്നെ ആ പേരുള്ളത് കൊണ്ട് അല്ലാഹു റസൂൽ എന്നെ പിക്കപ്പ് ചെയ്യുമെന്നാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ വാപ്പന്മാര് നമുക്ക് സംഭാവന ചെയ്തിട്ടില്ല ആ വിഷയത്തിൽ. പക്ഷേ ഇത് പറയുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഉണർത്താതെ വയ്യ. നമ്മുടെ വാപ്പമാര് ഈ പേരിട്ട് തന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഉയർത്തിക്കാട്ടിയെങ്കിൽ മക്കളാകുന്ന നാം അല്ലാഹുവിന്റെ റസൂലിനെ മാനം കെടുത്തുന്നുമുണ്ട് എന്നും ഇത്തരുണത്തിൽ പറയാതെ വയ്യ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹുബ്ബുർ റസൂൽ കൈകാര്യം ചെയ്യുമ്പോൾ തങ്ങളോട് സ്നേഹമുണ്ടോ? സ്നേഹമുള്ള വ്യക്തികൾക്ക് ദിവസേന നേരം പുലർന്നാൽ പത്രമെടുത്ത് വായിക്കാൻ പറ്റാത്ത സാഹചര്യം. കാരണം എന്തുകൊണ്ട്? എല്ലാ പോലീസ് കേസുകളിലും മുഹമ്മദ് 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 ഷാഫി മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ തന്നെ കൈവിലങ്ങി വെച്ച് കൊണ്ടുപോകുന്നത്, ഫോറിൻ മണി കൊണ്ട് നടക്കുന്നതിന്റെ പേരിൽ അറസ്റ്റിലാകുന്നത്, ഇപ്പോൾ പോയിട്ട് സ്ത്രീകളെ വരെ പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞു, സ്ത്രീകളോട് വഖർന ഫീ ബുയൂതികും. ടു മാർക്കറ്റ് ആദ്യം, പിന്നെ സ്കൂളിലേക്ക് ഇറങ്ങി, പിന്നെയോ ഇതാ പുറത്ത് കൊണ്ടുവരാനുള്ള ബുർഖയായി പെണ്ണുങ്ങൾ മാറി. എത്ര സ്ത്രീകളായി ഇന്ന് മുസ്ലിം സ്ത്രീകൾ ഇത് മുഹമ്മദ് നബിയോട് ഹബ്ബുള്ള അല്ലാഹുവിന്റെ റസൂലിനെ ഉയർത്തിക്കാട്ടൽ എങ്ങനെയാണ്? മഹാനായ ഗുണ്ടൂർ ഉസ്താദിന്റെ ജീവിത ശൈലി പോലെയുള്ള ശൈലികളെ കൊണ്ടാണ്. പക്ഷേ നമ്മുടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള സേവനം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അപകടകരമായ പ്രവർത്തനമാണ്. ഫേസ്ബുക്ക് ചെക്ക് ചെയ്യുകയാണ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ഉപയോഗത്തിന്. എന്തായാലും ജയിലിൽ കിടന്നുകൊണ്ട് അനധികൃതമായി ഫോൺ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ആരൊക്കെ പേരാണ് പരിശോധിക്കേണ്ടത് ഫേസ്ബുക്കുകാരൻ അമേരിക്കയിൽ ചോദിക്കുമ്പോൾ പേരിന്റെ കൂടി വരുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പേരിട്ടുള്ള കക്ഷിയുടെ പേര് കൂടിയാണ്. എന്ത് വിചാരിക്കും അമേരിക്കക്കാരൻ? വിസ ഇനിയും കൊടുക്കണമെന്നോ കൊടുക്കണ്ട എന്നാണോ വിചാരിക്കുക? പറയൂ. മുഹമ്മദ് എന്ന് പേരുള്ളവർക്ക് വിസ കൊടുക്കൂല എന്ന് ആസ്ട്രേലിയ പാസ്സാക്കുന്ന, മുഹമ്മദ് എന്ന് പേരുള്ളവന് വിസ കൊടുക്കൂല എന്ന് കാനഡ പാസ്സാക്കുന്ന, കൊടുക്കൂല എന്ന് യൂറോപ്യൻ കൺട്രി പാസ്സാക്കി കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക നേരത്തെ തന്നെ തടവേർപ്പെടുത്തി. അഥവാ വല്ല മുഹമ്മദുമാരും VIP സൈസുള്ളതാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ലോഞ്ചിൽ ഇരുത്തിക്കൊണ്ട് അവരെ ചെക്ക് ചെയ്യുകയാണ്, അടിവസ്ത്രം വരെ അഴിക്കുകയാണ്. ഒരു മുഹമ്മദ് ഈ രൂപത്തിലായിപ്പോയത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി കൊടുക്കലാണോ? ഞാൻ എന്നെയാണ് ഗുണദോഷിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ ഗുണദോഷിക്കുക. ഹുബ്ബുർ റസൂൽ പറയാൻ സുഖമാണ്, പറയാൻ സുഖമാണ്. എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? അല്ലാഹു റസൂലിനെ ഇകഴ്ത്തലാണോ പുകഴ്ത്തലാണോ? ലോകം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? എന്റെ സുഹൃത്തുക്കളെ, നിയന്ത്രിക്കുക, പരമാവധി നിയന്ത്രിക്കുക. സ്ത്രീകളെ ഇത്തരം മേഖലകളിലേക്ക് ഇറക്കി വിടാതിരിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു റസൂൽ ഖുർആൻ പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിത്വാനതൻ മിൻ ദൂനികും ലാ യഅലൂനകും ഖബാല.
അത് നമ്മുടെ രണ്ട് ചെവിയുടെയും അപ്പുറത്തോട് ചാടിപ്പോയി. അതാണ് പറ്റിയത്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തത്തഖിദൂ ബിത്വാന, നിങ്ങൾക്ക് സീക്രട്ട് കൈകാര്യം ചെയ്യാൻ ആളുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് ഉൾച്ചങ്ങാതിമാരുണ്ടാവാൻ പാടില്ല, സ്വകാര്യ ചങ്ങാതിമാരുണ്ടാവാൻ പാടില്ല. മിൻ ദൂനിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളതല്ലാതെ. ഔട്ടിൽ നിന്ന് നിങ്ങൾക്ക് വിദ്വാനത്തുണ്ടാവരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലാ യഅലൂനകും ഖബാല, നിങ്ങളുടെ പതനം ഒരു മേഖലയിലും അവർ യാതൊരു കുറവും വരുത്തില്ല. എവിടെയെല്ലാം നിങ്ങൾക്ക് പതനം കാഴ്ചവെക്കാൻ സാധ്യമാണോ കറക്റ്റ് ആ പോയിന്റിൽ അവർ കാഴ്ചവെക്കുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് അപകടമാണ്. മിന്ദൂനിക്കും ഒരിക്കലും തന്നെ നിങ്ങൾക്ക് വിദ്വാനത്തുണ്ടാവാൻ പാടില്ല. ഈ കൽപ്പന ലംഘിച്ചു നാം, പല ഘട്ടത്തിലും ലംഘിച്ചു. നമ്മുടെ സ്വകാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടത്തക്ക വിധത്തിൽ ഔട്ടിൽ നിന്ന് ആളെ കൂട്ടുപിടിച്ചു. അപ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, മറ്റൊന്ന് ചാരിയാൽ അത് മണക്കും. എന്താണ് ഈ മിന്ദൂനിക്കും എന്ന് പറയുന്ന കക്ഷിയുടെ കയ്യിലുള്ളത്? അവരുടെ കയ്യിലുള്ളത് ഇന്നശ്ശിർക്കൽ ദുൽമുൻ അളീം, ഏറ്റവും വലിയ ദുൽമാണ് അവരുടെ കയ്യിലുള്ളത്. അവരോടൊപ്പം സ്റ്റേജ് പങ്കിട്ടാൽ, അവരോടൊപ്പം മറ്റുള്ള കൃത്യങ്ങൾ കാണിച്ചാൽ, വിദ്വാനത്താക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും ആ ദുൽമിന്റെ ശാഖ ഇപ്പുറത്തെത്തും. അതിൽപ്പെട്ടൊന്നാണ് റിയാഇ എന്ന് പറയുന്നത്. ശിർക്കാണത്, ശിർക്ക്. മിന്ദൂനിക്കുമാകുന്ന കക്ഷിയുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇങ്ങോട്ടും കടന്നു വരുന്നതാണ്. അപകടം പിടിച്ച സംഗതിയല്ലേ ഇത്? അങ്ങനെയുള്ള പകർച്ച, ആ പകർച്ചയുടെ ഫലമാണ് ഇന്ന് ഫേസ്ബുക്കിന്റെ കേന്ദ്രങ്ങളിൽ, അതുപോലെ വിദേശ രാഷ്ട്രങ്ങളുടെ എംബസികളിൽ ഈ മുഹമ്മദ്മാർക്ക് കടന്നുകയറാൻ പോവാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത്. ആയതുകൊണ്ട് പരിഹാരം ഈ വിദ്വാനത്തിനെ ഇല്ലാതെയാക്കില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിത്വാന, അല്ലാഹുവല്ലേ പറഞ്ഞു. ചാരിയാൽ ചാരിത മടക്കുമെന്നുള്ള വസ്തുവല്ലേ. എന്റെ മാന്യ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികരായ ആളുകൾ ഇവിടെ മഹത്തായ മാതൃകകൾ കാഴ്ചവെച്ചു തന്നു. കുണ്ടൂർ ഉസ്താദ് മാതൃകകൾ കാഴ്ചവെച്ചു തന്നു. പൂർവികരായ ഔലിയാക്കന്മാരെ കാഴ്ചവെച്ചു തന്നു. ആ ഒരു പാത പിൻപറ്റി തന്നെ നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇനിയും നമുക്ക് ഭാവിയുണ്ട്. അല്ലാത്ത പക്ഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാ അറസ്റ്റിന്റേതായ റിപ്പോർട്ടുകൾ കൂടിക്കൂടി വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും, ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടേതായ ഈ ഫംഗ്ഷൻ 5 ദിവസവും തീരുമ്പോൾ 6ാമത്തെ ഒരു ദിവസം കൂടി നടന്നേ പറ്റൂ എന്ന പരുവത്തിൽ ആയിത്തീരണം. കഴിഞ്ഞ വർഷം അങ്ങനെയാ സംഭവിച്ചത്. നിർത്തേണ്ട ദിവസം നിർത്താൻ കഴിഞ്ഞിട്ടില്ല. തുടങ്ങേണ്ട ദിവസത്തേക്കാൾ മുമ്പേ തുടങ്ങുക, തീർക്കുന്ന ദിവസത്തേക്കാൾ ഒരു ദിവസം കൂടി വൈകി തീർക്കുക. അതാണ് കുണ്ടൂർ ഉസ്താദിന്റെ പ്രത്യേകത. ഈ പ്രാവശ്യം അത് തന്നെ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൃപ്തിപ്പെടുത്തുമാറാവട്ടെ. നമ്മുടേതായ ഈ സദസ്സിന് ദുആ ചെയ്തെന്നുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ഞുട്ടി തങ്ങൾ തിരൂർക്കാട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടും കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടും ധാരാളം സമർപ്പണങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവറുകളെയും സയ്യിദ് അവറുകളുടെ കുടുംബത്തെയും ധന്യമാക്കുമാറാവട്ടെ എന്ന് നാം ദുആ ചെയ്യുകയാണ്. മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ എല്ലാ വക മദതുകളും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് ലഭ്യമാകുമാറാവട്ടെ. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കും അവർ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വക ഖിദ്മാത്തുകൾ, ദീനിന്റെ മേഖലയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഖിദ്മാത്തുകൾക്കും ആയിരമല്ല അല്ലാഹുവിന്റേതായ ഖജനാവ് വളരെ വിശാലമാണല്ലോ, സംഭാവനകൾ. അല്ലാഹു തആല മഹാനവറുകളെ കടാക്ഷിക്കുമാറാവട്ടെ. അവിടുത്തെ ശിഷ്യസമ്പത്ത് ഇനിയും വർദ്ധിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനവറുകൾക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് ബുഖാരി സയ്യിദ് അവറുകളാണ്. നമുക്കറിയാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും
എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവിടുത്തെ മക്കളിൽപ്പെട്ട ഓരോരുത്തരെ ഓരോ പ്രവിശ്യയിലേക്ക് തങ്ങൾ തന്നെ യാത്രയാക്കുകയാണ്. അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അഹ്മദുൽ മുഹാജിർ എന്ന് പറയുന്നവരുടെ സഫറിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ നാം മൂക്കത്ത് ഒരു വിരലല്ല 10 വിരലും വെച്ചാലും അജബ് തീരുന്നതല്ല. അഹ്മദുൽ മുഹാജിർ എങ്ങനെ യമനിലെത്തി എന്ന് അവിടെ നിന്നിങ്ങോട്ടുള്ള ചരിത്രവും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സത്യത്തിൽ കടലുണ്ടിക്കാരനാണ് നമ്മൾ ചെയ്തവർ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളെ യാത്രയാക്കിയിട്ടുള്ളത് അങ്ങ് കർണാടകത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും അതിർത്തിയിലേക്കാണ്. വളരെ ഭംഗിയായിട്ട് മഹാനവറുകൾ അവിടെ വേണ്ടുന്ന രൂപത്തിലുള്ള സമൃദ്ധി, ഇസ്ലാമിക സമൃദ്ധി അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാനവറുകളുടെ ഓരോ സഴകിന്റെയും പ്രതിഫലം മഹാനായ ആ സയ്യിദ് അവരുടെ പിതാവിന്റെയും അതുപോലെ അവരുടെ മാതാവിന്റെയും ഒക്കെ ഖബറിലേക്ക് മകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ ശതകുടീഭവിച്ചുകൊണ്ട് എത്തിച്ചു കൊടുത്ത് അവരുടെ ഖബർ സംതൃപ്തമാക്കട്ടെ എന്ന് നാം ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഈ സദസ്സിൽ ഹബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവറുകളാണ്. എത്തിക്കഴിഞ്ഞിട്ടില്ല, അടുത്ത സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ കോരിത്തെരിപ്പിക്കത്തക്ക വിധത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാഹിയത്ത്, അവിടത്തേതായ ആ അസ്തിത്വം, അതിനെ സംബന്ധിച്ച് വളരെ വൈഡായിക്കൊണ്ടുള്ള ഒരു ഉപദേശം നമുക്ക് ലഭിക്കും. മഹാനവറുകളുടെ അഭാവത്തിൽ അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ നടക്കുന്ന ഒരു പരിപാടി ഈ സ്ഥാപനത്തിന്റെ സന്തതികളായിട്ടുള്ള ഹാഫിലുകൾ 2-3 വർഷം കൊണ്ട് ഏതാനും വിദ്യാർത്ഥികളെ ഈ വർഷത്തിൽ സനത് കൊടുക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ചാണ്. അവരുടേതായ സനത് ഇവിടെ വിതരണം ചെയ്യുന്നതാണ്. ഇവിടെ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി അവർകൾ, നമുക്കറിയാം നമ്മുടെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും യമനിലും അല്ലാത്തടങ്ങളിലുമൊക്കെ തന്നെ ശരിക്കു പറഞ്ഞാൽ ആ അഹ്മദുൽ മുഹാജിർ എന്നവർ കൊണ്ട് പറഞ്ഞ മാതിരി ഈ ലോകം ഒന്നടങ്കം വ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തൗഫീഖിന്റെ ഉടമയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവർകൾ കരീമനിയും തൗഫീഖുകൾ നൽകുമാറാവട്ടെ. നേരത്തെ ഉണ്ടായതുപോലെയുള്ള വല്ല സിഹറിന്റെയോ കണ്ണേറിന്റെയോ ഒക്കെയുള്ള എന്തെങ്കിലും ബാക്കി പത്രങ്ങൾ ബാക്കിയുണ്ട് എങ്കിൽ എല്ലാറ്റിനെയും നീക്കിക്കൊണ്ട് മഹാനവറുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഫീൽഡിൽ വളരെ ഒരു ജേതാവായി, ഒരു രാജാവായി തന്നെ വാഴവാനുള്ള അവസരം അള്ളാഹു നൽകുമാറാവട്ടെ. നാം ദുആ ചെയ്യുകയാണ്. മഹാനായ സയ്യിദ് അവറുകളുടെ പിതാവ് എന്തുകൊണ്ട് മുവഫഖായ ഒരു മനുഷ്യനാണെന്ന് പറയണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ സന്താനങ്ങൾ ഒന്നിനൊന്ന് മെച്ചം എന്ന മട്ടിൽ ഈ ഇസ്ലാമിക ദഅവത്ത് മേഖലയിൽ എല്ലാവരും ഉയർന്ന പണ്ഡിതന്മാർ, എല്ലാവരും നാവിന് അസറില്ല, പടച്ചവനെ പേടിയില്ല, ജനങ്ങൾക്ക് ആദരവുള്ള ഒരു മർഹല എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഖബറിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ പിതാവ്, അവിടുത്തെ മാതാവ്, അവിടെ ബാക്കിയുള്ളവർ അനുഭവിക്കുന്നത്. റഹ്മാനെ, അവരുടെ ഖബറിനെ ധന്യമാക്കണേ റഹ്മാനെ. തങ്ങളുടേതായ സന്താനങ്ങളിൽ ഒരാൾക്ക് അസുഖമുണ്ട്, റഹ്മാനെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി മാളിയക്കൽ, നമുക്കറിയാം നമ്മുടെ സംവാദ വേദികളിലും അല്ലാത്ത വേദികളിലും തന്നെ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിനെ പ്രഭാപൂരിതമാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അല്ലാഹു തആല ഇനിയും ശക്തി പകരുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തിയല്ലോ, ഹസ്സാൻ എന്ന് സ്ഥാപിക്കുന്നു, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ് മാദാമ യുനാഫിഹു അർ റസൂലില്ലാഹ്. ഒരിക്കൽ തങ്ങൾ നടത്തിയ ദുആയാണ്, തമ്പുരാനെ ഈ ഹസ്സാൻ എന്നവർക്ക് നീ ഇതാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ശക്തി പകരണം. അല്ലാഹുവിന്റെ റസൂലിനെതിരെ വരുന്ന എല്ലാ അപശബ്ദങ്ങളെയും തെറിപ്പിക്കുന്ന കാലത്തോളം നമുക്ക് ഈ പറയുന്ന വ്യക്തിത്വങ്ങൾക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ അയ്യിദ്ഹും ബിറൂഹിൽ ഖുദ്സ് എന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുമാറാവട്ടെ. ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഹമ്മദ് കുഞ്ഞി സഖാഫി ഇവിടെ എത്തിക്കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. സയ്യിദ് കുടുംബത്തിലൊന്നും പെട്ടില്ല എങ്കിൽ തന്നെയും കൊല്ലം മേഖലയിൽ ഇപ്പോൾ അദ്ദേഹം ഇതാ നല്ലൊരു വിപ്ലവം തന്നെ കാഴ്ചവെച്ചു. യാ സുബ്ഹാൻ വലല്ലാഹു ഉംറക. അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ NM സാദിഖ് സഖാഫി സംഘടനാ സ്ഥലത്തിൽ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ കാഴ്ചവെച്ചു. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. യൂസുഫുൽ ബുഖാരി സയ്യിദ് അവർകൾ, കൊമ്പം KP ഉസ്താദ് അവർകൾ, മുഹമ്മദ് മുസ്ലിയാർ അവർകൾ,
കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, VPM വൈസി വില്യാപ്പള്ളി, മുഖ്താർ ഹസ്രത്ത്, മമ്പീതി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, അബ്ദുൽ കരീം ഹാജി ചാലിയം, മൻസൂർ ഹാജി ചെന്നൈ, അബൂ നാസർ ഹാജി ഓമച്ചപ്പുഴ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പൊന്മാളം ഉസ്താദ് അവർകൾ, സെയ്ദ് ഷറഫുദ്ദീൻ ജബലി തങ്ങളവർകൾ, കുഞ്ഞാലവി ഫൈസി തെന്നല, ഊരകം അബ്ദുറഹിമാൻ സഖാഫി, അബ്ദുഹാജി വേങ്ങര, PAKM സഖാഫി ഇരിങ്ങല്ലൂർ, ഇതെല്ലാം പേര് പറയപ്പെട്ടു എന്ന് മാത്രം. പേര് പറയപ്പെട്ടവരും അല്ലാത്തവരുമായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മോടൊപ്പമുണ്ട്. അവർക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ആർക്കും സ്വാഗതം പറയുന്നത് തെറ്റാണ്. കുണ്ടൂർ ഉസ്താദിന്റെ പരിപാടിക്ക് വന്നിട്ട് ഒരാള് അമീറും മറ്റൊരാൾ മഹമൂറും ആവുക, ഒരാൾ മുറഹീമും മറ്റൊരാൾ മുറഹബും ആവുക എന്ന് പറയുന്ന ന്യായക്കേടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോറ് തിന്നണം, ചോറ് വെക്കണം, ഇവിടെ പണിയെടുക്കണം, അതുപോലെ തന്നെ ദേഹത്ത് ചളി പുരളണം. അങ്ങനെയാണെങ്കിലേ ഇങ്ങോട്ട് ഈ കാമ്പൗണ്ടിലേക്ക് കടക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് സ്വാഗതം പറഞ്ഞ് തെറ്റാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി സന്തോഷിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, നമുക്കൊരു വിശേഷം